ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു. എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ LDF കൺവീനർ ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തൻ എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. കെ സുധാകരൻ നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. LDF കൺവീനർ ഇ.പി. ജയരാജൻ വധശ്രമ കേസിലെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണം. ഇതായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ഹർജിയിലെ ആവശ്യം. കോടതി നിർദ്ദേശമനുസരിച്ച് നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രം റദ്ദാക്കണം എന്നാണ് സുധാകരൻ ആവശ്യമുന്നയിച്ചത്. സമാന ആവശ്യം വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇ.പി. ജയരാജനെ 1995 ഏപ്രിൽ 12 കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. ട്രെയിനിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതി വിക്രം ജാലിൽ വെടിയുതിർക്കുകയായിരുന്നു. പേട്ട ദിനേശൻ, TP രാജീവൻ, ബിജു, കെ സുധാകരൻ എന്നിവരാണ് മറ്റു പ്രതികൾ. തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ നിയോഗിച്ചാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റവിമുക്തനായിരിക്കുന്നു ഈ ഇ.പി. ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് കെ സുധാകരൻ ചൂണ്ടിക്കാട്ടിയത് വിടുതൽ ഹർജിയിൽ? കൃത്യമായ തെളിവുകളുടെ അഭാവം ഈ കേസിലുണ്ട് എന്നുള്ളതായിരുന്നു കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഉത്തരവ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണോ അതോ ഈ തെളിവുകളുടെ അഭാവത്താലാണോ കെ സുധാകരനെ വെറുതെ വിട്ടത് എന്ന കാര്യം ഇനി വേണം അറിയാൻ. അദ്ദേഹം പൂർണ്ണമായും ചൂണ്ടിക്കാണിച്ചത് ഇത് സാക്ഷികളുടെ തെളിവുകളുടെ ഒക്കെ അഭാവം ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയമായ വേട്ടയാടലാണ് നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി അംഗീകരിച്ചിരിക്കുന്നത്. കുറ്റവിമുക്തനായിരിക്കുന്നു കെ സുധാകരൻ. വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസാണല്ലോ ഇത്, ശ്രീകാന്ത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇത് എന്ത് പ്രതികരണമുണ്ടാക്കും? പഴയ കേസാണ്, പക്ഷെ അപ്പോഴും ഇ.പി. ജയരാജനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കെ സുധാകരന് മേൽ വലിയ ആരോപണമായി വന്നതാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ കേസാണ്. കെ സുധാകരൻ ക്രിമിനലാണ് എന്ന തരത്തിലുള്ള പ്രചാരണം പോലും, ഗുണ്ട, ക്രിമിനൽ തുടങ്ങിയ വിളികൾക്ക് പോലും അദ്ദേഹം പാത്രമാവേണ്ടി വന്നു. അദ്ദേഹത്തിന് മേൽ വലിയ തോതിൽ ആരോപിക്കപ്പെട്ട സംഭവം കൂടിയാണിത്. ഇതിൽ നിന്നും അദ്ദേഹം വിടുതൽ നേടുന്ന ഒരു പശ്ചാത്തലത്തിൽ, കുറ്റവിമുക്തനാക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു എഡ്ജ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ വരും, വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. ഇതുപോലും രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലായിരുന്നു എന്ന് സ്വാഭാവികമായും ഇനി കെ സുധാകരന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അപ്പോഴും ഒരു കാര്യം കൂടിയുണ്ട്. കാരണം കോടതി എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് എന്നുള്ളത് കൂടി പരിശോധിക്കണം. സംശയത്തിന്റെ ആനുകൂല്യമാണെങ്കിൽ വേണമെങ്കിൽ CPIM-നും പ്രതിരോധം തീർക്കാം. അത് സംശയത്തിന്റെ ആനുകൂല്യം മാത്രമാണ് എന്ന് ഇനി അറിയേണ്ട ഒരു കാര്യം. ഇതിനെതിരെ ഇ.പി. ജയരാജനോ CPIM-ഓ അപ്പീൽ പോകുമോ എന്നുള്ളതാണ്. ശ്രീകാന്ത്, ഈ വാദിഭാഗത്തിന് ഇതിന് ശേഷമുള്ള നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായും അപ്പീൽ പോകാം. അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് തന്നെയാണ്. ഈ കേസ് ഹൈക്കോടതിയിൽ മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു വിധി വന്നിട്ടുള്ളത്, കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. അവർക്ക് മേൽക്കോടതികളെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടപ്പുണ്ട്. അതാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇനി അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്നും അക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടായേക്കാം. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം ആശ്വാസകരമായ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് ശ്രീകാന്ത്? കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ കേസ്, ഇ.പി. ജയരാജൻ LDF കൺവീനറെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് അദ്ദേഹത്തെ നിരന്തരം ആക്രമിക്കാൻ വേണ്ടി എതിർകക്ഷികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കോൺഗ്രസിലെ ക്രിമിനൽ മുഖം എന്ന രീതിയിൽ കെ സുധാകരന്റെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്, ഉയർത്തിക്കാട്ടിയിരുന്നത് ഇ.പി. ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു, ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി എന്ന കേസ് തന്നെയായിരുന്നു.
അതിലിപ്പോൾ ഒരു കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുമ്പോൾ അദ്ദേഹത്തെ പറയാൻ ഇനി സാധിക്കും അത് വെറും രാഷ്ട്രീയമായ ആരോപണമായിരുന്നു, അതിൽ തെളിവിന്റെ കണിക പോലും ഇല്ല, താൻ കുറ്റവിമുക്തനാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അത് പൊതുസമൂഹത്തിന് മുന്നിലും അദ്ദേഹത്തിന് തുറന്നു പറയാൻ കാരണമാകും. പക്ഷെ അപ്പോഴും അതിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് തന്നെ പറയേണ്ടി വരും. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് എന്ന് ഉത്തരവ് കൂടി വരണം, അതിന്റെ പകർപ്പ് കിട്ടണം. ആ പകർപ്പ് കിട്ടുമ്പോഴറിയാം സംശയത്തിന്റെ ആനുകൂല്യമാണോ തെളിവുകളുടെ അഭാവമാണോ എന്ന്.